ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്ന സിനിമാ മേഖലയാണ് മലയാളം. നമ്മുടെ മലയാളത്തിൽ അഭിനയിച്ച ഹിന്ദി നടന്മാർ ആരൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഏതൊക്കെ നടന്മാരാണ് വിജയിച്ചത്, പരാജയപ്പെട്ട് നമുക്ക് നോക്കാം. അതുകൊണ്ട് വീഡിയോ മുഴുവനായി കാണാൻ ശ്രദ്ധിക്കുമല്ലോ. നേരെ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. ജോഷിയുടെ സംവിധാനത്തിൽ 2001 പുറത്തിറങ്ങി മോഹൻലാൽ, ബിജു മേനോൻ, കൊച്ചിൻ ഹനീഫ, ബാബു നമ്പൂതിരി, ഐശ്വര്യ തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തിയ സിനിമയായിരുന്നു പ്രജ. ഈ പൊളിറ്റിക്കൽ ത്രില്ലർ സിനിമയിൽ ഹാജി മുസ്തഫ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് ബോളിവുഡ് താരം അനുപം ഖേർ ആയിരുന്നു. ഹാജി മുസ്തഫയുടെ ജീവനെടുക്കാൻ അരുണും ഡിഡിയും ഞാനും റെഡ്ഡി ബ്രദേഴ്സും ചേർന്ന് നെറുകേടിന്റെ ഒരു ലീഗ് ഉണ്ടാക്കിയ പിന്നെ തടുത്തു നിർത്താനുള്ള കൈക്കരുത്തൊന്നും ഉണ്ടാവില്ല സക്കീർ അലി ഹുസൈൻ. ഈ സിനിമയിൽ വളരെ കുറച്ച് മാത്രമായിരുന്നു അനുപം ഖേറിനെ കാണിച്ചിരുന്നെങ്കിലും വളരെ മനോഹരമായിട്ട് തന്നെ ആ വേഷം കൈകാര്യം ചെയ്തിരുന്നു നമ്മുടെ താരം. എവിടം വിട്ടി പോയതല്ലേ എന്റെ കുട്ടി, ഇനി തിരിച്ചു വരാൻ പാടില്ല. വളരെ വലിയ പ്രതീക്ഷയോടെ പ്രേക്ഷകർ കാത്തിരുന്നിട്ടും വമ്പൻ താരനിരയുണ്ടായിട്ടും ബോക്സ് ഓഫീസിൽ വേണ്ടത്ര വിജയമുണ്ടാക്കാൻ സാധിച്ചില്ല. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ വെറും ആവറേജ് മാത്രമായിരുന്നു. ബ്ലസ്സിയുടെ സംവിധാനത്തിൽ മോഹൻലാൽ, അനുപം ഖേർ, ജയപ്രദ തുടങ്ങിയവർ മത്സരിച്ച് അഭിനയിച്ച് 2011 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു പ്രണയം. 2001 പ്രജ വഴി പോയ അനുപം ഖേർ 2011 പിന്നീട് മലയാളത്തിലേക്ക് തിരിച്ചു വരുന്നത്. ഈ സിനിമയിൽ അച്യുത മേനോൻ എന്ന കഥാപാത്രമായിട്ടായിരുന്നു അനുപം ഖേർ എത്തിയിരുന്നത്. എന്റെ സ്വാർത്ഥത കൊണ്ട് അന്ന് ചെയ്തു പോയൊരു തെറ്റാ ഒക്കെ അറിയുമ്പോ എന്നെ അവൻ വെറുത്താലോ. പിന്നീട് കുറെ കാലം കഴിഞ്ഞാണ് അറിയണേ. ഈ സിനിമയിൽ അനുപം ഖേറിന് ശബ്ദം നൽകിയിരുന്നത് നമ്മുടെ പ്രിയപ്പെട്ട റിസ ബാബയായിരുന്നു. മികച്ച സംവിധായകനുള്ള കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് ഉൾപ്പെടെ നിരവധി അവാർഡുകൾ ഈ സിനിമയ്ക്ക് ലഭിച്ചിരുന്നെങ്കിലും വളരെ പ്രതീക്ഷയോടെ വന്ന ഈ പടം ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു. മേജർ രവിയുടെ സംവിധാനത്തിൽ 2010 പുറത്തിറങ്ങിയ മോഹൻലാൽ ചിത്രമായിരുന്നു കാണ്ഡഹാർ. മേജർ മഹാദേവൻ സീരീസിലെ 3ാമത്തെ ചിത്രം കൂടിയായിരുന്നു ഇത്. ഗണേഷ് വെങ്കിട്ടരാമൻ, രാഗിണി, സുമലത, അനന്യ തുടങ്ങിയവരായിരുന്നു പ്രധാന വേഷത്തിലെത്തിയിരുന്നത്. എന്നാൽ ഈ സിനിമയിൽ ഇന്ത്യൻ സിനിമയുടെ ഇതിഹാസമായ ബോളിവുഡ് താരം അമിതാഭ് ബച്ചൻ അതിഥി വേഷത്തിലെത്തിയിരുന്നു. ലോക്നാഥ് ശർമ്മ എന്ന കഥാപാത്രത്തെയാണ് ബച്ചൻ ഈ സിനിമയിൽ അവതരിപ്പിച്ചിരുന്നത്. लोकनाथ शर्मा जी, मेजर महादेवन, गुड मॉर्निंग सर. नहीं सर, आप मुझे मही बुला सकते हैं. നമ്മുടെ മലയാളത്തിൽ എന്താ പറയാ? You speak Malayalam sir? മലയാളം അറിയാം. ഷാദി കിയാ നാ മലയാളി കെ സാത്ത്. എന്നാൽ വമ്പൻ പ്രതീക്ഷയിൽ പുറത്തിറങ്ങിയ ചിത്രം മേജർ മഹാദേവൻ സീരീസിലെ കീർത്തി ചക്രയും കുരുക്ഷേത്രയും നേടിയ രീതിയിലുള്ള വമ്പൻ വിജയം നേടാതെ പോവുകയായിരുന്നു. പൃഥ്വിരാജിന്റെ സംവിധാനത്തിൽ 2019 പുറത്തിറങ്ങിയ മോഹൻലാലിന്റെ പണം വാരി പടമായിരുന്നു ലൂസിഫർ. മഞ്ജു വാര്യർ, ടൊവിനോ തോമസ്, സായ് കുമാർ, ഇന്ദ്രജിത്ത് തുടങ്ങി വമ്പൻ താരനിര തന്നെ ഈ സിനിമയിലുണ്ടായിരുന്നു. എന്നാൽ ഈ സിനിമയിൽ സ്റ്റൈലിഷ് വില്ലൻ ലുക്കിൽ ബോബി നായർ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് ബോളിവുഡ് സൂപ്പർ താരം വിവേക് ഒബ്റോയി ആയിരുന്നു. സോറി പ്രിയ, കാര്യങ്ങളൊക്കെ നീ അറിഞ്ഞു കാണുമല്ലോ. സ്റ്റീഫൻ ജയിലിൽ നിന്നിറങ്ങും. ജാൻവിയുടെ എക്സാംസ് എന്ന് തീരുന്ന പറഞ്ഞ ജാൻവി എന്റെ മോളല്ല, നിന്റെ മോളാണ്. ബോളിവുഡിൽ നിന്നും വിവേക് ഒബ്റോയി മാത്രമല്ല, ബോളിവുഡ് താരം ശക്തി കപൂറും ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ക്ലൈമാക്സ് ഭാഗത്താണ് ശക്തി കപൂർ എത്തുന്നത്. ഏകദേശം 30 കോടി ബഡ്ജറ്റിൽ നിർമ്മിച്ച ഈ സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും 175 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയിരുന്നു. ഈ സിനിമയുടെ സെക്കൻഡ് പാർട്ടായ എമ്പുരാന് വേണ്ടി കട്ട വെയിറ്റിംഗിൽ കാത്തിരിക്കുകയാണ് ആരാധകർ. ലൂസിഫറിൽ മാത്രമല്ല, 2022 ഷാജി കൈലാസിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ പൃഥ്വിരാജ് ചിത്രം കടുവയിലും കട്ടക്കുള്ള വില്ലനായിരുന്നു വിവേക് ഒബ്റോയി. ഈ നേരവും തീയതിയും വേണേ നീ ഒന്ന് കുറിച്ചു വെച്ചോ. ഇനിയുള്ള ദിവസങ്ങളിൽ നിനക്ക് മനസ്സിലാക്കോ, ഇതായിരുന്നു നിന്റെ ജീവിതത്തിലെ ഏറ്റവും ശപിക്കപ്പെട്ട സമയം. വിവേക് ഒബ്റോയി, IG ജോസഫ് ചാണ്ടിയായ എത്തിയ ഈ സിനിമ ബോക്സ് ഓഫീസിൽ 50 കോടി ക്ലബിൽ ഇടം നേടി സൂപ്പർ ഹിറ്റ് വിജയം നേടിയിരുന്നു. ഈ 2 സിനിമകളിലും വിവേക് ഒബ്റോയ്ക്ക് ശബ്ദം നൽകിയിരുന്നത് നമ്മുടെ പ്രിയപ്പെട്ട താരം വിനീത് ആയിരുന്നു. സിദ്ദീഖിന്റെ സംവിധാനത്തിൽ 2020 പുറത്തിറങ്ങിയ മോഹൻലാൽ ചിത്രമായിരുന്നു ബിഗ് ബ്രദർ. ഈ സിനിമയിലെ പ്രധാന വില്ലനായ വേദാനന്ദം IPS, എഡ്വിൻ മോസസ് എന്നീ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് ബോളിവുഡ് താരം അർബാസ് ഖാൻ ആയിരുന്നു. ബോളിവുഡിലെ പ്രധാന താരം സാക്ഷാൽ സൽമാൻ ഖാന്റെ അനിയൻ കൂടെയാണ് അർബാസ് ഖാൻ. ഓർക്കാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ എന്നും അങ്ങനെ തന്നെ ആയിരിക്കണം, അതാ നല്ലത്. ഐ എം വേദാന്തം IPS. ये आपका छोटा भाई है ना, मनु. हाय. हाय. You guys can carry on.
ഈ സിനിമയിൽ അർബാസ് ഖാന്റെ കഥാപാത്രത്തെ അദ്ദേഹം അടിപൊളിയായിട്ട് തന്നെ അവതരിപ്പിച്ചിരുന്നു. മോഹൻലാലിനെ കൂടാതെ അനൂപ് മേനോൻ, സിദ്ദീഖ്, ഹണി റോസ് തുടങ്ങി വമ്പൻ താരനിര സിനിമയിലുണ്ടായിരുന്നു. ഈ ചിത്രത്തിൽ അർബാസ് ഖാന് ശബ്ദം നൽകിയിരുന്നത് നമ്മുടെ വിനീതായിരുന്നു. പക്ഷേ ഏകദേശം 32 കോടി ബജറ്റിൽ നിർമ്മിച്ച ഈ സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും നേടിയത് വെറും 6 കോടി രൂപ മാത്രമാണ്. ബോക്സ് ഓഫീസിൽ ദയനീയമായ പരാജയം ഏറ്റുവാങ്ങിയ ഈ സിനിമ തീർച്ചയായും പ്രൊഡ്യൂസറെ കുത്തുവാള എടുപ്പിച്ചിട്ടുണ്ടാവും. 2014 അജയ് വാസുദേവന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മമ്മൂട്ടിയുടെ ആക്ഷൻ ചിത്രമായിരുന്നു രാജാതിരാജ. ഈ സിനിമയിൽ സിക്കന്ദർ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് ബോളിവുഡ് താരവും നമ്മുടെ ശക്തിമാൻ റോളും അഭിനയിച്ച മുകേഷ് ഖന്നയായിരുന്നു. ജോജു ജോർജ്, ജോയ് മാത്യു, സിദ്ദീഖ്, റായലക്ഷ്മി തുടങ്ങിയവരായിരുന്നു മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. പ്രേക്ഷകരിൽ നിന്നും മിക്സഡ് റിവ്യൂ ആയിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. സിനിമ ബോക്സ് ഓഫീസിൽ ആവറേജ് ഹിറ്റായിരുന്നു. TV ചന്ദ്രന്റെ സംവിധാനത്തിൽ 1994 പുറത്തിറങ്ങിയ മമ്മൂട്ടി ചിത്രമായിരുന്നു പൊന്തന്മാട. ഈ സിനിമയിൽ ഷീമത്ത് തമ്പുരാൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് ബോളിവുഡ് താരം നസ്രുദ്ദീൻ ഷാ ആയിരുന്നു. നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല മാടേ. എന്നെ അവിടുന്ന് നാട് കടത്തിയതാ. ഞാൻ ഐറിഷ് റിപ്പബ്ലിക്കൻ ആർമിയുടെ കൂടെയായിരുന്നു. നസ്രുദ്ദീൻ ഷായുടെ ഏക മലയാള ചിത്രമായിരുന്നു ഇത്. പിന്നീട് പലതവണ നസ്രുദ്ദീൻ ഷായെ സിനിമകൾക്കായി സമീപിച്ചിരുന്നെങ്കിലും അദ്ദേഹം മലയാളത്തിലേക്ക് വരാൻ തയ്യാറായിരുന്നില്ല. മെഗാസ്റ്റാർ മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് ഉൾപ്പെടെ നിരവധി അവാർഡുകൾ ഈ സിനിമ നേടുകയും ബോക്സ് ഓഫീസിൽ വിജയമാകുകയും ചെയ്തിരുന്നു ഈ അവാർഡ് ചിത്രം. PG വിശ്വംഭറിന്റെ സംവിധാനത്തിൽ 1985 പുറത്തിറങ്ങിയ മമ്മൂട്ടി ചിത്രമായിരുന്നു ഈ ലോകം ഇവിടെ കുറെ മനുഷ്യർ. ഈ സിനിമയിൽ അബ്ബാസ് എന്ന പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് ബോളിവുഡിനെ കിടികിടാവർപ്പിച്ച വില്ലൻ അംജദ് ഖാൻ ആയിരുന്നു. 2 തവണ തന്നെ തിരക്കി ഞാൻ അവിടെ വന്നു. ഞാൻ ഇങ്ങനെ ഒരു തൊഴിലാളിയായി ജനിച്ചു പോയില്ലേ, അപ്പൊ പിന്നെ ഞാനാരാ മുതലാളിയോ? റഹ്മാൻ, ജയഭാരതി, നടുമുടി വേണു, തിലകൻ, ഇന്നസെന്റ്, രോഹിണി തുടങ്ങിയവരായിരുന്നു മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. പക്ഷേ ഈ സിനിമ ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു. പത്മരാജന്റെ സംവിധാനത്തിൽ 1991 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ഞാൻ ഗന്ധർവൻ. ഈ സിനിമയിലെ ഗന്ധർവൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് ബോളിവുഡ് താരം നിതീഷ് ഭരദ്വാജ് ആയിരുന്നു. കീഴടക്കുന്ന പെൺകുട്ടിയുടെ കന്യകാത്വം വലിച്ചു കുടിച്ചുകൊള്ളണമെന്നാണ് ഞങ്ങളുടെ കൽപ്പന. ഞാനത് തെറ്റിച്ചിരിക്കുകയല്ലേ ഈ നിമിഷം വരെ. സുവർണ ആനന്ദായിരുന്നു ഈ ചിത്രത്തിലെ നായിക. ഇന്ന് കൾട്ട് സ്റ്റാറ്റസ് നേടി ഒരുപാട് ആരാധകരുള്ള ഈ ചിത്രം അന്നത്തെ കാലത്ത് ബോക്സ് ഓഫീസിൽ വലിയ പരാജയമായിരുന്നു. പ്രിയദർശന്റെ സംവിധാനത്തിൽ 2001 പുറത്തിറങ്ങി മോഹൻലാലും മുകേഷും പ്രധാന വേഷത്തിലെത്തിയ സിനിമയായിരുന്നു കാക്കക്കുയിൽ. ഈ സിനിമയിൽ കുഞ്ഞുണ്ണി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് ബോളിവുഡ് താരം സുനിൽ ഷെട്ടി ആയിരുന്നു. ഒരു ഗാനരംഗത്തായിരുന്നു സുനിൽ ഷെട്ടി ഈ സിനിമയിൽ കാണിച്ചിരുന്നത്. നടുമുടി വേണു, ജഗദീഷ്, കൊച്ചിൻ ഹനീഫ തുടങ്ങി വലിയ താരനിരയുണ്ടായിട്ടും ഈ സിനിമയ്ക്ക് ബോക്സ് ഓഫീസിൽ ആവറേജ് വിജയം മാത്രമാണ് നേടാൻ സാധിച്ചത്. 2013 ബ്ലസ്സിയുടെ സംവിധാനത്തിൽ ശ്വേത മേനോനും ബിജു മേനോനും പ്രധാന വേഷത്തിലെത്തിയ കളിമൺ എന്ന സിനിമയിലും സുനിൽ ഷെട്ടി ഗസ്റ്റ് റോളിൽ എത്തിയിരുന്നു. സുനിൽ ഷെട്ടി മാത്രമല്ല, ബോളിവുഡ് താരം അനുപം ഖേറും ഈ സിനിമയിൽ ഒരു ഗസ്റ്റ് റോളിൽ എത്തിയിരുന്നു. പക്ഷേ ഈ സിനിമയും നിർഭാഗ്യവശാൽ ബോക്സ് ഓഫീസിൽ പരാജയമായി മാറുകയായിരുന്നു. 1996 പ്രിയദർശന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മോഹൻലാൽ ചിത്രമായിരുന്നു കാലാപാനി. ഈ സിനിമയിൽ മിർസ ഖാൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് ബോളിവുഡിനെ കിടികിടാവിറപ്പിച്ച മറ്റൊരു വില്ലൻ അമരീഷ് പുരി ആയിരുന്നു. മാത്രമല്ല ബോളിവുഡ് താരം അന്നു കപൂറും ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നു. അന്നാണ് ഞാൻ മിർസ ഖാനെ ആദ്യമായി കണ്ടത്. തബു, പ്രഭു, ശ്രീനിവാസൻ, വിനീത് തുടങ്ങിയവരൊക്കെ ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നു. പക്ഷേ ബോക്സ് ഓഫീസിൽ നിർഭാഗ്യവശാൽ ഈ സിനിമ വലിയ പരാജയമായി മാറുകയായിരുന്നു. പ്രിയദർശന്റെ സംവിധാനത്തിൽ 1997 പുറത്തിറങ്ങിയ മറ്റൊരു മോഹൻലാൽ ചിത്രമായിരുന്നു ചന്ദ്രലേഖ. ഈ സിനിമയിൽ ആൽഫി എന്ന കഥാപാത്രമായി അതിഥി വേഷത്തിലെത്തിയിരുന്നത് അന്ന് ബോളിവുഡിൽ തിളങ്ങി നിൽക്കുന്ന സൂപ്പർ താരം അനിൽ കപൂർ ആയിരുന്നു. My name is Alfred. My name is Alfred. You take care of my wife. You know my wife. You know my wife. ശ്രീനിവാസൻ, ഇന്നസെന്റ്, നടുമുടി വേണു, പൂജാഭദ്ര, സുകന്യ തുടങ്ങിയവരായിരുന്നു മറ്റു വേഷങ്ങളിൽ എത്തിയിരുന്നത്. പ്രേക്ഷകരിൽ നിന്നും മികച്ച പ്രതികരണമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ് വിജയം നേടിയിരുന്നു ഈ മോഹൻലാൽ സിനിമ. കണ്ണൻ താമരക്കുളത്തിന്റെ സംവിധാനത്തിൽ 2014 പുറത്തിറങ്ങിയ ജയറാം ചിത്രമായിരുന്നു ആടുപുലിയാട്ടം. ഈ സിനിമയിൽ യോഗേന്ദ്ര മുനി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് ബോളിവുഡിന്റെ മറ്റൊരു താരം ഓംപുരി ആയിരുന്നു. അടക്കം ചെയ്യപ്പെട്ട ആത്മാവിന്റെ കവചമാണ്. അതിലടക്കം ചെയ്യപ്പെട്ട ആത്മാവ് കരുത്ത് വീണ്ടെടുത്തു. രമ്യ കൃഷ്ണൻ, ഷീലു എബ്രഹാം, രമേഷ് പിഷാരടി തുടങ്ങിയവരായിരുന്നു മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. ബോക്സ് ഓഫീസിൽ വിജയമായിരുന്നു ഈ ചിത്രം. വിനയന്റെ സംവിധാനത്തിൽ 2007 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു അതിശയൻ. ഈ സിനിമയിൽ RC ശേഖർ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് ബോളിവുഡ് താരം ജാക്കി ഷറഫ് ആയിരുന്നു. സയന്റിസ്റ്റ് RC ശേഖർ സാറിന് മലയാളം അത്യാവശ്യം മതി, കാരണം എന്റെ വൈഫ് മലയാളിയായി.
മാസ്റ്റർ ദേവദാസ്, കാവ്യ മാധവൻ, മുകേഷ്, ജയസൂര്യ, ജഗദീഷ്, തിലകൻ, കാർത്തിക, അരിഷി അശോകൻ തുടങ്ങി വലിയൊരു താരനിര ഈ സിനിമയിലുണ്ടായിരുന്നു. മാത്രമല്ല ജാക്കി ഷറഫ് അതിശയൻ എന്ന സിനിമയ്ക്ക് പുറമെ ഒറ്റ്, ATM, മർമ്മം എന്നീ മലയാള സിനിമയിലും അഭിനയിച്ചിരുന്നു. ഇത്തരത്തിൽ മലയാള സിനിമയിൽ അഭിനയിച്ച മറ്റു ഹിന്ദി താരങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയാമെങ്കിൽ കമന്റ് ബോക്സിൽ അവരുടെ പേര് രേഖപ്പെടുത്തുക. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ഓൺലി ഫോർ സിനിമ.